Hey guys, welcome back to my channel. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായില്ലേ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ റൂമിലേക്കായിട്ട് ഞാനൊരു മിറർ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു മിററിൻ്റെ സൈഡിലൊക്കെ ഞാനൊരു സിമ്പിൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ കൊടുത്തത്. അപ്പോൾ ഈ ഒരു ഡിസൈനെ കുറിച്ച് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ വരുന്ന ബെല്ലൈക്കൺ ബട്ടൺ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ റൗണ്ടിലൊരു മിറർ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇത് 15 ഇഞ്ചാണ് കേട്ടോ സൈസ്. അപ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് കുറച്ച് ബബിൾസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഐസ് സ്റ്റിക്ക് വേണം, പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് സ്റ്റിക്ക് ഗണ്ണ് എന്നൊക്കെ പറയും. ഇത് ഗണ്ണിലിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ മെഴുകുതിരിയിൽ ഉരുക്കിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഗമ്മോണ്ടാണ് കേട്ടോ ഞാൻ മിറർ വാളിൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഫിക്സ്ഡോ അങ്ങനെ എന്തോ ആണ്, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു ടോപ്പിൽ നമുക്കൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ ഒരു തുമ്പിലായിട്ട് ഗമ്മ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും, അതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. അതുപോലെ ഈ ഒരു അടപ്പിലും ഉണ്ടാവും, ആ കട്ട പിടിച്ചൊക്കെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. ഇതിനെ പറ്റി കൂടുതൽ എനിക്കറിയില്ല കേട്ടോ. ഞാൻ തെർമാക്കോളിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ഗമ്മ് പുരട്ടി കൊടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ഗണ്ണ് വെക്കില്ലേ, ആ ഒരു ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഗമ്മ്. എനിക്കിതിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ പതിയെ ഇങ്ങനെ റൗണ്ടിൽ മുഴുവനായിട്ട് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചുമരിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഗമ്മൊന്ന് ചുമരിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഈ മിററൊന്ന് താങ്ങി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തുടച്ച് കൊടുക്കാം. ക്ലീനിങ് ഒക്കെ ആദ്യം തന്നെ ആയിക്കോട്ടെ. പിന്നെ നമ്മൾ ഐസ് സ്റ്റിക്ക് എടുക്കുക, എന്നിട്ട് നമുക്കൊരു കട്ടിംഗ് പ്ലെയറിൻ്റെ ഒരു ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഐസ് സ്റ്റിക്കിൻ്റെ ഈ ഒരു അറ്റം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ സ്റ്റിക്കുകളൊക്കെ ഞാൻ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഗോൾഡ് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ മിററിൽ ഞാൻ ഇത് വെക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ്. പിന്നെ ഈ ഒരു ഗോൾഡ് പെയിൻറ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഗോൾഡൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മുടെ നാട്ടിൽ ബട്ടൺ ഹൗസിലൊക്കെ ഉണ്ട്, ഒരു 40 രൂപ ഇതിന് വരുന്നുണ്ട്. അത് സിൽവറിലും കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പൗഡറും പിന്നെ ക്യാമലിൻ്റെ മീഡിയം പറഞ്ഞ ഒരു കെമിക്കൽ, ഈ ഒരു കെമിക്കൽ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് കട്ട പിടിക്കാതിരിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതും ഈ ഒരു ഗോൾഡ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഗോൾഡിൻ്റെ ഈ ഒരു കളർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു പേസ്റ്റ് രൂപത്തിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കിയൊക്കെ പെയിൻറ്റ് ചെയ്തിട്ട് ഞാൻ ഒരല്പം പഫി മീഡിയം എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗോൾഡൻ പൗഡർ ഇട്ടാൽ തന്നെ നമുക്ക് ഈ ഒരു കളർ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ സ്റ്റിക്ക് മെഴുകുതിരിയിൽ ഉരുക്കിയിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. അപ്പോൾ അത് മുഴുവനാക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് മുഴുവനാക്കി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബബിൾസ് ഒട്ടിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് നേവി ബ്ലൂ കളറിലുള്ള ബബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ക്യാമറയിൽ നല്ലൊരു ബ്ലൂ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് വിട്ടിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വലുത് ചെറുത് എന്ന രീതിയിലാണ് ഞാൻ സ്റ്റിക്ക് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ വലിയ സ്റ്റിക്കിലാണ് കേട്ടോ ഞാൻ ഈ ബബിൾസ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതിലോ വലുതിലോ ഒക്കെ ഒട്ടിക്കാതെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അത് മുഴുവനാക്കി എടുക്കാം. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിസൈൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിററിൻ്റെ ഔട്ട്ലൈനിൽ സ്റ്റോണോ പേളോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഒട്ടിക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ല, അതുകൊണ്ട് ക്ഷമിക്കട്ടോ. ഓക്കെ, പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇത് നല്ല വീഡിയോ ആയിട്ട് കാണാൻ സാധിക്കട്ടെ. അതുവരേക്കും ബൈ.